ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൂടെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരണേ. അതോടൊപ്പം നിങ്ങളുടെ കമൻറ്റും കൂടെ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ രാവിലെ കടല കറി വയ്ക്കാനായിട്ട് കുക്കറിലേക്ക് കടല വാരി ഇട്ടിട്ട് അതിലേക്ക് സവോള, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് വേവിക്കാനൊന്ന് വെക്കുകയാണേ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കുറച്ച് തിരക്കിലാണ്. എന്ന് വെച്ചാൽ എനിക്കും ചേട്ടായിക്കും ചേർത്തലയിൽ പോകണം. നമ്മളെല്ലാ ദിവസവും ചേർത്തലയിൽ, ഞാൻ പറഞ്ഞില്ലേ ചേട്ടായിക്ക് ഇപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലണം. ആ സ്ഥാപനത്തിൽ ചെന്നിട്ടാണ് നമ്മളത് തിരുമ്മലും പിന്നെ കിഴിവയ്ക്കലും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നടുവേദനയാണ് കേട്ടോ ചേട്ടായിക്ക്. കഴിഞ്ഞ കമൻറ്റിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടുവിന് പ്രശ്നമാണ്. അപ്പോൾ അതൊന്ന് നേരത്തെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ആയുർവേദത്തിലേക്ക് മാറിയത്. ഇപ്പോൾ അതിൻ്റെ തിരുമ്മലും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മളത് അവിടെ ചെല്ലണം. അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ 8:30 പോകണം. ഇന്നലെയൊക്കെ നമ്മൾ ഇന്നലെയെന്ന് വെച്ചാൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്കാണ് പോണത്. അപ്പോൾ ഇന്ന് ഡോക്ടർ പറഞ്ഞ് രാവിലെ 8:30 വരണം. വൈകുന്നേരം അസൗകര്യം ആയതുകൊണ്ടാണ് 8:30 ചെല്ലാൻ പറഞ്ഞത്. ഞാനിപ്പം കടല വേവിച്ച് വെക്കുന്നതേ ഉള്ളൂ. അനുക്കുട്ടി ഇവിടെ ഉണ്ട്. അനുക്കുട്ടി അത് കറിയും റെഡിയാക്കിയിട്ട് അപ്പം ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പോയിട്ട് വന്നിട്ടേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുള്ളൂ. രാവിലെ ഒരു ചായ ഇട്ട് കുടിച്ചിട്ട് പോകും. പിന്നെ മോനിന്ന് കൊച്ചിയിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ചോറ് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. കറിയൊക്കെ ഞാൻ ഇന്നലെ വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ കഴിക്കാനുള്ളതും ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ പാലപ്പത്തിന് രാവിലെയാണ് അരി അരച്ച് വെച്ചത്. അപ്പോൾ അതൊന്ന് 1 മണിക്കൂറിന് ശേഷം പുളിച്ച് വന്നാലേ നമുക്ക് പാലപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അപ്പം താമസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ചേട്ടായിക്കുള്ള ചായ ഞാൻ കൊടുത്തിട്ട് വന്നിട്ട് ഞാനും കൂടെ ചായ കുടിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് റെഡിയാകണം, പോകണം. പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചേർത്തല ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിനടുത്ത് തന്നെയാണ് കേട്ടോ ഈ സ്ഥാപനം. അപ്പോൾ നമ്മളൊരു 8 മണിയായപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഗേറ്റ് പോലും തുറന്നിട്ടില്ല കേട്ടോ. ആരും വന്നിട്ടും ഇല്ലായിരുന്നു. ഓരോരുത്തർക്കും അവിടെ ഓരോരോ സമയങ്ങളുണ്ട് കേട്ടോ. അപ്പം നമുക്ക് രാവിലെ 8:30 മണിയാണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ 8 മണിക്ക് മുന്നേ നമ്മളവിടെ ചെന്ന്. അപ്പോൾ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളവിടെ അരമണിക്കൂർ നമുക്ക് അവിടെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. 7 ദിവസമാണ് തിരുമ്മൽ പറഞ്ഞിരിക്കുന്നത്. അതിന് ശേഷം എന്താണെന്നുള്ളത് പിന്നെ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയുള്ള കുറേ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വന്ന്, ഇവിടെ സ്റ്റാൻഡിനടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ വരുന്ന സ്ഥാപനം. അങ്ങനെ ബസ്സിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. ഒരു 10-10:30 കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് കറി വയ്ക്കാനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചച്ചീരയും ചുവന്ന ചീരയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തോരൻ വെച്ചെടുക്കണം. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചെമ്മീൻ കൊണ്ടുവന്നിട്ട് ഞാൻ പിന്നെ പോയി ചെമ്മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മത്തി വാങ്ങിച്ചതുണ്ട്. അപ്പോൾ മത്തി കറി വെച്ചിട്ട് ചെമ്മീൻ പറ്റിച്ച് വയ്ക്കാമെന്ന് ഓർത്തു. വൈകിട്ട് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ നാളെ മോന് ചോറ് കൊണ്ടുപോകാനായിട്ട് എന്തായാലും കറി വേണം. അപ്പോൾ പിന്നെ ഒരു പേരയ്ക്കായിരുന്നാണേ, അതൊന്ന് മുറിച്ച് നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു. ഒരു പീസ് ഞാൻ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചെമ്മീൻ എടുത്ത് ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വൃത്തിയാക്കി ഒന്ന് പറ്റിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെയൊക്കെ ചോറ് കൊണ്ടുപോകുമ്പോൾ ഒരു ചാറുകറി അത്യാവശ്യമാണ്. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അരച്ചെടുക്കാനൊക്കെ എളുപ്പമാണല്ലോ. അങ്ങനെ മത്തിക്കറിയും റെഡിയായി. അങ്ങനെ ചീരത്തോരനും ആയിക്കഴിഞ്ഞപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു. നമ്മുടെ പുറത്തുള്ള കരിയിലെല്ലാം അടിച്ചു വാരണമായിരുന്നു, ചെടി നനയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ജോലികൾ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് പിന്നെ ചെയ്തത്. നമ്മൾ ഒരു ദിവസത്തെ കാര്യങ്ങളാണല്ലോ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം പാചകത്തിന് ശേഷം നമ്മൾ പുറത്തുള്ള ജോലികളും കൂടെ അതിൽ കൂടെ ഉൾപ്പെടുത്തുകയാണ്. എപ്പോഴും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇതൊക്കെ. എന്നാലും നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പം
നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നാണ്. എന്ന് വെച്ച് നമുക്ക് ഒരു ദിവസത്തെ ഫുൾ വീഡിയോ ഇടാൻ പറ്റത്തില്ല, ലെങ്ത് കൂടും. അടിച്ചു വാരി എന്നുള്ള ജോലി നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമല്ല ചെയ്യുന്നത്, പല പ്രാവശ്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ രാവിലെ ചെയ്യുന്നതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ ഇത് വൈകുന്നേരം അടിച്ചു വാരിയതാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇല വീഴുമ്പോഴൊക്കെ നമ്മളിങ്ങനെ അടിച്ചു വാരിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇല വന്ന് വീണ് വൃത്തികേടായിട്ട് കിടക്കില്ല, നമ്മുടെ വീടിൻ്റെ വാതിൽക്ക് തന്നെ അത് മോശപ്പെട്ട് കിടക്കുമല്ലോ. അപ്പോൾ അപ്പോഴപ്പോഴുള്ളത് നമ്മളതങ്ങോട്ട് അടിച്ചു വാരി കളയും. പിന്നെ വൈകുന്നേരം വെള്ളം വന്നപ്പോൾ വെള്ളത്തിന് നല്ല വോൾട്ടേജ് ഉണ്ടായിരുന്നു. അത് കാരണം പിന്നെ ഒരുപാട് നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു, ചെടികളൊക്കെ നനച്ച്. ഞാനിവിടെ കറ്റാർവാഴ 2-3 ചെടിച്ചട്ടിയിലുള്ളതും കൂടെ അതിൽ നിന്നെടുത്താണ് ഞാൻ എണ്ണ എപ്പോഴും കാച്ചുന്നത്. കാച്ചെണ്ണ ഞാൻ ഉണ്ടാക്കുന്നത് കറ്റാർവാഴ ഉപയോഗിച്ചുള്ള എണ്ണയാണ്. ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പൊന്നാങ്കണ്ണി ചീര നട്ടില്ലേ, അതിൻ്റെ തൈകളൊക്കെ അതും അപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്, അതെല്ലാം ഞാനതൊന്ന് തളിച്ചു ഇട്ടിട്ടുണ്ട്. വെള്ളമില്ലാത്തപ്പോൾ നമുക്കിവിടെ നനയ്ക്കാനൊന്നും പറ്റത്തില്ല, വെള്ളമുള്ള സമയത്തേ ഇതുപോലെ നനച്ചെടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഇനി എനിക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. ഗോതമ്പ് പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗോതമ്പ് എവിടെ നിന്നാണ്. നമുക്ക് റേഷൻ കടയിൽ നിന്നാണ് കേട്ടോ ഗോതമ്പ് വാങ്ങുന്നത്. അപ്പോൾ ഗോതമ്പ് നല്ല ഗോതമ്പായിരുന്നു, അത് കാരണം അത് നന്നായിട്ട് കഴുകി പൊടിപ്പിച്ച് നമ്മൾ കടയിൽ നിന്നൊക്കെ പാക്കറ്റ് വാങ്ങിച്ച് കഴിഞ്ഞ് നമുക്ക് അത്രയും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് വീട്ടിൽ നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കി പൊടിപ്പിച്ചൊക്കെ എടുക്കുമ്പോൾ ആ പൊടി വെച്ചുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. സാധാരണ ഗോതമ്പിൻ്റെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ വന്ന് പുട്ടുണ്ടാക്കാൻ നോക്കിയപ്പോഴത്തേക്ക് പൊതിച്ച തേങ്ങയില്ലായിരുന്നേ. അപ്പോൾ ഉണങ്ങിയ തേങ്ങയായിരുന്നു, പൊതിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം ഞാനത് പൊതിച്ചെടുത്ത്. ഉണക്ക തേങ്ങയത് കാരണേ പൊതിക്കാൻ ഭയങ്കര പാടായിരുന്നേ. നമ്മുടെ കറക്കുന്ന പാരയാണ്, കറക്കി പൊതിക്കുന്ന പാരയാണ്, കുത്തി പൊതിക്കുന്നതല്ല. അപ്പോൾ ഉണങ്ങിയ തേങ്ങയായിരുന്നു കാരണം കുറച്ച് പാടുപെട്ടാണ് ഞാനത് പൊതിച്ചെടുത്തത്. പൊതിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ചെറിയ തേങ്ങയായിരുന്നേ. പിന്നെ ഉള്ളത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി എനിക്ക് പൊതിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഈ സമയം അടുക്കളയിൽ അനു ഇവിടെ തിരക്കിട്ട ജോലിയിലാണ്. കാരണം രാവിലെ മോന് ചോറ് കൊടുത്തു വിടണം. അപ്പോൾ ചെമ്മീൻ ഞാൻ പറഞ്ഞില്ലേ പറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് രാവിലെ അത് വറുത്തരച്ച് കറി വയ്ക്കണം. അപ്പോൾ തേങ്ങ ചിരണ്ടി വെച്ച് അത് വറുത്ത് വയ്ക്കണം. പിന്നെ അതിൽ ചേർക്കാനുള്ള തക്കാളിയും ഉള്ളി ഇതെല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ വെക്കുകയാണ്. അപ്പോൾ രാവിലെ എനിക്കിത് ചെയ്യാനുള്ള എളുപ്പത്തിന് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അരിയാനുള്ളതൊക്കെ അരിഞ്ഞും ചതച്ചുമൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്കതെടുത്ത് വെച്ചിട്ട് ജോലികളൊക്കെ പെട്ടെന്നൊക്കെ നടത്താമല്ലോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഇവിടെ അനു ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ തേങ്ങ ഒരു ശകലം പീസൊന്ന് മുറിച്ച് നോക്കി കേട്ടോ. എനിക്ക് അത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പൊങ്ങുണ്ടായിരുന്നു അതിലെ. അപ്പോൾ തേങ്ങയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അറിയാനായിട്ട് കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റുണ്ട്, നല്ല മധുരം ഉണ്ടായിരുന്നു. നാടൻ തേങ്ങ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പാലക്കാടൻ തേങ്ങ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വരും കേട്ടോ, ആ തേങ്ങയ്ക്ക് അത്രയും ടേസ്റ്റ് ഇല്ല. നമ്മുടെ നാടൻ തേങ്ങയുടെ ടേസ്റ്റ് അതിന് കിട്ടുന്നില്ല. അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് ഇനി പുട്ട് പുഴുങ്ങണം. അപ്പോൾ പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചരുവത്തിൽ പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. ഈ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തരണേ, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ.